ഏപ്രിൽ 8, 2024 പകൽ പെട്ടെന്ന് ഇരുട്ടുമൂടും. പക്ഷികളും പ്രാണികളും നിശബ്ദരാകും. ഉറുമ്പുകൾ ഉറഞ്ഞ ഐസ് പോലെ നിശ്ചലമായേക്കാം. 50 വർഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം. 4 മിനിറ്റ് 28 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ സൂര്യഗ്രഹണ സമയത്ത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്താണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ഇത്ര പ്രത്യേകത? കൂടുതലറിയാം ഈ വീഡിയോയിലൂടെ. എൻ്റെ പേര് വിഷ്ണു. വെൽക്കം ടു നോ ഇറ്റ് മലയാളം. സോളാർ എക്ലിപ്സ് അഥവാ സൂര്യഗ്രഹണം. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ എത്തുകയും സൂര്യനെ പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കുന്നു. ഇതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. പണ്ട് പുരാതന ചൈനക്കാർ വിശ്വസിച്ചിരുന്നത് ഒരു വലിയ ഡ്രാഗൺ സൂര്യനെ വിഴുങ്ങുന്നു എന്നായിരുന്നു. അതേപോലെ തന്നെ പുരാതന ഗ്രീക്കുകാർ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് ദൈവത്തിന് ആ രാജ്യത്തെ രാജാവിനോടുള്ള ദേഷ്യം കാരണമാണെന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ പലരും സൂര്യഗ്രഹണം ഉണ്ടാവുമ്പോൾ ആഹാരം കഴിക്കരുതെന്ന് പറയാറുണ്ട്. ഇതിന് കാരണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. 18 മാസം കൂടിയിരിക്കുമ്പോൾ ഭൂമിയിൽ എവിടെയെങ്കിലും സൂര്യഗ്രഹണം നടക്കാറുണ്ട്. ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുകയും സൂര്യന്റെ കൊറോണ എന്നറിയപ്പെടുന്ന ബാഹ്യവലത്തെ കാണാൻ കഴിയുന്ന പ്രതിഭാസത്തെയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം, അതല്ലെങ്കിൽ ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഈ കൊറോണയുടെ ചൂട് തന്നെ ഏകദേശം 10 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 100 വർഷങ്ങൾക്ക് ശേഷം ആഗസ്റ്റ് 1, 2017 അവസാനമായി സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നത്. പക്ഷേ അമേരിക്കയിൽ സംഭവിച്ച ഈ ഗ്രഹണത്തിന്റെ ദൈർഘ്യം വെറും 2 മിനിറ്റ് 40 സെക്കൻഡ് മാത്രമായിരുന്നു. എന്നാൽ ഏപ്രിൽ 8 നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണം ദൈർഘ്യം 4 മിനിറ്റ് 28 സെക്കൻഡ് ആയിരിക്കും. ഇത്രയും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഇനിയും കാണണമെങ്കിൽ 2150 വരെ കാത്തിരിക്കേണ്ടി വരും. അതായത് 126 വർഷങ്ങൾ. എന്നാൽ ഇത്രയും നാൾ നമ്മളാരും ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല. നിർഭാഗ്യവശാൽ നാളെ സംഭവിക്കാൻ പോകുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഇന്ത്യയിലുള്ളവർക്ക് കാണാൻ കഴിയില്ല. കാരണം ഇത്തവണ US, മെക്സിക്കോ, കാനഡ, നോർത്ത് അമേരിക്കയുടെ പല ഭാഗങ്ങൾ ഉൾപ്പെടെ ചില രാജ്യങ്ങളിൽ മാത്രമാണ് കാണാൻ കഴിയുക. ശരാശരി 100 വർഷം കൂടിയിരിക്കുമ്പോഴാണ് ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുക. അടുത്ത 126 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന ഗ്രഹണം പസഫിക് സമുദ്രത്തിന് മുകളിലായിരിക്കും എന്നാണ് സൂചന. ചില പഠനങ്ങൾ അനുസരിച്ച് സൂര്യഗ്രഹണം നടക്കുമ്പോൾ ആ പ്രദേശത്തെ മൃഗങ്ങളും പക്ഷികളും എല്ലാം വ്യത്യസ്തമായി പെരുമാറുമെന്നാണ്. 2017 സംഭവിച്ച സൂര്യഗ്രഹണത്തിന് 1 മണിക്കൂർ മുൻപും ശേഷവും പക്ഷികൾ ആകാശത്തുകൂടി പറന്നിരുന്നില്ല. ഉറുമ്പുകൾ കുറച്ച് സമയത്തേക്ക് ചലനമില്ലാതെ ഇരുന്നു എന്നും പഠനങ്ങൾ പറയുന്നു. സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് എല്ലാവരുടെയും കണ്ണുകൾ ആകാശത്തേക്കായിരിക്കും. അതേസമയം മരങ്ങളുടെ നിഴലുകൾ ശ്രദ്ധിച്ചാൽ ഇലകൾക്കിടയിലൂടെ വരുന്ന പ്രകാശം ചന്ദ്രക്കല പോലെ കാണാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ പരന്ന പ്രതലങ്ങളിലോ ഭിത്തിയിൽ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലുള്ള ഷാഡോ കാണാൻ സാധിക്കും. ഇതിനെ ഷാഡോ ബാൻഡ് എന്നാണ് പറയുന്നത്. ഇത്തവണ 3 കോടിയോളം ആളുകൾക്ക് സൂര്യഗ്രഹണം കാണാൻ സാധിക്കും. എന്നാൽ അമേരിക്കയിലേക്കും കാനഡയിലേക്കും എല്ലാം എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ 7 കോടിയോളം ആളുകൾ സൂര്യഗ്രഹണം കാണാനുണ്ടാവുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഗ്രഹണ സമയത്ത് കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രത്യേകതരം ഗ്ലാസുകൾ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും സൂര്യഗ്രഹണം കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ അനുഭവം എങ്ങനെയായിരുന്നു എന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ഗുഡ് ബൈ.